ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിന് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബട്ടറാണ് വേണ്ടത്. ഒരു 50 ഗ്രാം ബട്ടർ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള ബട്ടർ ആണെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അത് ഞാനിവിടെ വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, അതുപോലെ തന്നെ സമയം കുറവായിട്ടുള്ളൊരു കുക്കീസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് വേണ്ടത്. അതും പൊടിച്ച പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാര ഒരിക്കലും എടുക്കാൻ പാടില്ല. പൊടിച്ച പഞ്ചസാരയാണ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് വരെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കണം. നല്ലൊരു ക്രീം രൂപത്തിലാവണ വരെ ഒന്ന് ബീറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് ക്രീം രൂപത്തിലായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്രീം രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഇതിലേക്ക് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് 250 ml കപ്പിൽ ഒരു 1/2 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മൈദയും ഉപ്പും കൂടിയിട്ട് ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഓവറായിട്ട് മിക്സാക്കി എടുക്കാൻ പാടില്ല. ഇത് ബട്ടറും മൈദയും ഉപ്പൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന തരത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഞാനിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ അതിന് ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിലായിട്ട്. അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ഞാൻ അപ്പോൾ എല്ലാതും ഞാൻ അതുപോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാതും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാനിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഏകദേശം കുക്കീസൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.